ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെജ് റോൾ ഉണ്ടാക്കണ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റായിട്ടാണ്, നല്ല രുചിയും ഉണ്ട്, നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ആദ്യം നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം, അടി കട്ടിയായ ഒരു പാത്രം ഉണ്ടാകും. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിക്കുക. എന്നിട്ട് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ അതിൽ ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൽ ഒരു 1/2 ടീസ്പൂണ് ജീരകം അതിട്ടിട്ടാണ് അത് പൊട്ടിക്കണത്. അപ്പോൾ 1/2 ടീസ്പൂൺ ജീരകം ഇട്ടിട്ട് നമ്മൾ കടുക് പൊട്ടണ പോലെ ജീരകം ഇടാട്ടോ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു 5-10 അല്ലി വെളുത്തുള്ളി, അതുപോലെ 3-4 പച്ചമുളക്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2-3 സബോള ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ അരിഞ്ഞത്, അതിലേക്ക് കുറച്ച് മല്ലിയില തണ്ടും അരിഞ്ഞത് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റാൻ വയ്ക്കുക. ഇത് വഴന്ന് കിട്ടുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റ വേവിച്ച് തൊലി കളഞ്ഞ് ഉടച്ച് വെക്കണം കേട്ടോ നമ്മൾ സൈഡിൽ. അത് വെച്ചതിന് ശേഷമാണ് നമ്മളിത് ചെയ്യേണ്ടത്, സബോള വഴറ്റേണ്ടത്. അപ്പോൾ സബോള വഴന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഇടുക. അതുപോലെ അയമോദകം ഒരു 1/2 ടീസ്പൂൺ ഇടുക. ചാറ്റ് മസാല 1 ടീസ്പൂൺ ഇടുക. ഇതൊക്കെ ഇട്ടിട്ട് നന്നായി അങ്ങോട്ട് മിക്സ് ആക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നോർത്ത് ഇന്ത്യൻ ഫുഡിൻ്റെ ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റാണ് കേട്ടോ അത് ഇട്ടിട്ട് നന്നായി വഴച്ചതിന് ശേഷം നന്നായി വഴന്നു എന്ന് കണ്ടു, അതുപോലെ മുരിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടറ്റോ അവിടെ ഉടച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് അതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ അതിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. കാരണം വെള്ളം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ ബോൾ പോലെയൊക്കെ ആക്കുമ്പോൾ ഒട്ടും. അപ്പോൾ നന്നായി ഡ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയിലൊക്കെ ഇടുക. മല്ലിയില ഇട്ട് കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു 1/2 ടീസ്പൂണിൻ്റെ താഴെയായിട്ട് ചാറ്റ് മസാല ഇട്ടിട്ട് നന്നായി അവിടെ മിക്സ് ആക്കിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് നീക്കി വയ്ക്കുക. അത് നീക്കി വെച്ചിട്ട് നമ്മൾ ചൂടാറുന്ന സമയം കൊണ്ട് നമ്മൾ മൈദപ്പൊടി എടുക്കുക. മൈദപ്പൊടി ഒരു 3 കപ്പ് എടുക്കുക. അതെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, അതുപോലെ പിസേര സീസണിങ് എന്നുള്ളൊരു പൊടിയുണ്ട്, അതും കൂടി ഇട്ടിട്ട് കുഴച്ച് നീക്കി വെക്കുക കേട്ടോ. ആവശ്യത്തിന് നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെ നമ്മൾ കുഴച്ച് വെക്കുന്നു അതുപോലെ കുഴച്ച് വെക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു ബോള് അത്യാവശ്യം വലിപ്പം ഉള്ളത് എടുക്കുക. അത് എടുത്തതിന് ശേഷം നന്നായി ഇങ്ങോട്ട് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ കനം കുറച്ച് നന്നായി പരത്തുക. എത്ര വലുതാക്കി പരത്താൻ പറ്റുന്ന വെച്ചാൽ അത്രയും വലുതാക്കി പരത്താം കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് പീസുകൾ എടുക്കണ കാരണം. അപ്പം ഞാനിങ്ങനെ അത്യാവശ്യം വലുപ്പത്തിൽ പരത്തി, എന്നിട്ട് ഞാൻ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തു. എന്നിട്ട് ഞാൻ അതിലേക്ക് നമ്മുടെ പൊട്ടറ്റോ ഇല്ല, പൊട്ടറ്റോ കുറച്ച് എടുത്തിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ, അതായത് നമ്മുടെ വെജ് റോൾ നീളമാണല്ലോ, അപ്പോൾ അതേപോലെ നീളത്തിൽ, അത് നമ്മുടെ ആ ഷീറ്റിൻ്റെ വലിപ്പം അനുസരിച്ച് ആയിരിക്കണം കേട്ടോ നീളം എടുക്കേണ്ടത്. അത് വെച്ചിട്ട് മെല്ലെ അങ്ങോട്ട് റോൾ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഇത് മുക്കാൻ വേണ്ടിയിട്ട് മൈദ, അതായത് 3-4 ടീസ്പൂൺ മൈദ എടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെള്ളം ഒഴിക്കുക, കുറച്ച് ഉപ്പ്, അതുപോലെ പിസ്സ സീസണിങ്ങിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് നല്ല ലൂസാക്കി വയ്ക്കുക. കാരണം നമ്മൾ ഈ വെജ് റോള് അതിൽ മുക്കിയിട്ട് വേണം നമ്മൾ എന്തിലേക്ക് മറ്റേ ബ്രെഡ് ക്രംസിലേക്ക് മുക്കാൻ. അപ്പോൾ ഈ മൈദ വെള്ളം ഇതുമ്മ പിടിക്കുമ്പോഴാണ് നമ്മുടെ ബ്രെഡിൻ്റെ ക്രംസിലേക്ക് മുക്കുമ്പോൾ അത് ഒട്ടി പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല രസത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഇതിങ്ങനെ മുക്കിയെടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ അവിടെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിക്കുക. അത് ചൂടായി എന്ന് കാണുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ ബ്രെഡ് ക്രംസിന് മുക്കിയതില്ല, അത് അതിലേക്ക് ഇടാം. തീ നല്ല ഫുള്ളിൽ തന്നെ ഇട്ടോട്ടാ, അല്ലെങ്കിൽ ഓയിൽ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതുമ്പോൾ നിറയെ ഓയിൽ ഇങ്ങനെ ഇരിക്കണ പോലെയാവും. അപ്പോൾ തീ എപ്പോഴും നല്ല ഫുള്ളിലിടുക, അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുക. ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഇത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്താ പറയുക പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ഉണ്ടാക്കിയിട്ട് അപ്പം ഫ്രൈ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മളെല്ലാതും കൂടി ഒരുമിച്ച് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെയാണ്. കാരണം നമ്മൾ പിന്നെ അതിൻ്റെ ഇടയിൽ 2 വേവിച്ചു, പിന്നെ നമ്മൾ പരത്താൻ നിന്നു. അപ്പോൾ അതിനേക്കാൾ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ ഒരുമിച്ച് ഉണ്ടാക്കി വെച്ചതിന് ശേഷം അവസാനം ഓരോന്നോ ഇങ്ങനെ എടുത്ത് നമുക്ക് കുറേശ്ശെ ഫ്രൈ ചെയ്യാതെടുക്കാം. നല്ല ടേസ്റ്റാട്ടോ. ഇതിപ്പോൾ നമ്മൾ വെജ് റോളാണ് കേട്ടോ ഉണ്ടാക്കിയത്, വെജല്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് ചിക്കൻ വെച്ചിട്ടും ഉണ്ടാക്കാം. അപ്പോൾ ചിക്കൻ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഞാൻ പറഞ്ഞില്ല കുറേശ്ശെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം പെട്ടെന്ന് തന്നെ.
നല്ല ടേസ്റ്റാന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ മക്കൾക്കും ജോലി കഴിഞ്ഞ് വരുന്നവർക്കും ഒക്കെ ഇതൊരു 2-3 കഴിച്ചാൽ വയറ് നിറയും. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ്. ആ ചൂട്ടോടെ കൂടി കഴിക്കുമ്പോഴില്ലേ ഭയങ്കര മൊരിച്ചിലും അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.